A+ട്യൂബിലേക്ക് സ്വാഗതം. ഭൂമിയുടെ ന്യായവില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ആരാണ് നിശ്ചയിക്കുന്നത്? ഭൂമിയുടെ ന്യായവില നമുക്ക് എങ്ങനെ അറിയാം? എന്നീ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 സെൻറ്റ് ഭൂമിയെങ്കിലും കൈവശമുള്ളവർ തീർച്ചയായും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുന്നത് അവർക്ക് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. ഭൂമിയെ സംബന്ധിച്ച രേഖകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചുമത്തപ്പെടുന്ന മുദ്രവില നിർണ്ണയിക്കുന്നത് ഭൂമിയുടെ ന്യായവിലയുടെ അടിസ്ഥാനത്തിലാണ്. ന്യായവിലയെ ഫെയർ വാല്യൂ എന്നാണ് മലയാളത്തിൽ പറയുക. മാർക്കറ്റ് വിലയെ ഫേസ് വാല്യൂ എന്നും അറിയപ്പെടും. ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ RDOമാരാണ്. ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കുമ്പോൾ മറ്റ് വസ്തുതകൾക്കൊപ്പം തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കും. ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ വികസനാവസ്ഥ എന്താണ്? വികസനാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാണിജ്യപരമായ പ്രാധാന്യം എത്രത്തോളമുണ്ട്, ജലവിതരണത്തിൻ്റെ തോത്, വൈദ്യുതി, ഗതാഗതം, വാർത്താവിനിമയം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളാണ് ഈ കാര്യത്തിൽ പെടുന്നത്. കൂടാതെ മാർക്കറ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റേഷനുകൾ, ഫാക്ടറികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് പ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുടെ സാമീപ്യവും ഈ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ്, പ്രകൃതി, അതായത് ഭൂമിയുടെ പ്രകൃതി വരണ്ടതോ തരിശോ ചതുപ്പോ തോട്ടമോ എന്നതും ഫലഭൂയിഷ്ഠതയും വിളകളുടെ സ്വഭാവവും ഉത്പാദനശേഷിയും കൃഷിച്ചെലവും ഒക്കെ കണക്കിലെടുക്കുന്നതാണ് ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന ഘടകങ്ങൾ. റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ RDO നിശ്ചയിച്ചിട്ടുള്ള ഭൂമിയുടെ ന്യായവില സർക്കാർ അതാത് സമയങ്ങളിൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തും. പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഭൂമിയുടെ ന്യായവില ഇടയ്ക്ക് സർക്കാർ പുതുക്കി നിശ്ചയിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ന്യായവില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായ ന്യായവില അഥവാ സ്ഥിരമായ ഫെയർ വാല്യൂ എന്ന് നിങ്ങൾ കണക്കാക്കാതിരിക്കണം. ന്യായവിലയുടെ അടിസ്ഥാനത്തിലാണ് മുദ്രവില നിർണ്ണയിക്കുന്നത്, അഥവാ മുദ്രപത്രം എത്രത്തോളം വേണം എന്ന് നിർണ്ണയിക്കുന്നത്. വിൽപ്പനയ്ക്ക് ആധാരമായ വസ്തുവിൽ കെട്ടിടം ഉണ്ടെങ്കിൽ അതിൻ്റെ മൂല്യവും മുദ്രവില നിർണ്ണയിക്കുമ്പോൾ കണക്കിലെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഫെയർ വാല്യൂ അഥവാ ന്യായവില കണക്കാക്കിയത് എത്രയാണെന്ന് അറിയുന്നതിന് igr.kerala.gov.in എന്ന സൈറ്റിൽ പ്രവേശിച്ചിട്ട് ഫെയർ വാല്യൂ എന്ന ഓപ്ഷനിലേക്ക് പോയാൽ മതിയാകും. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഫെയർ വാല്യൂ കുറച്ച് കാണിക്കുന്ന വസ്തു കൈമാറ്റം നടക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചും ചില നടപടിക്രമങ്ങൾ സാധാരണ നിലയിൽ സ്വീകരിക്കാറുണ്ട്. അതും റവന്യൂ വിഭാഗമാണ് സ്വീകരിക്കുന്നത്. ന്യായവില സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ ഉള്ളവർക്ക് അതാത് ജില്ലാ കളക്ടർമാർക്ക് ഒരു അപേക്ഷ കൊടുത്തുകൊണ്ട് ന്യായവില കുറച്ച് കിട്ടുന്നതിന് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം അപേക്ഷകളിന്മേൽ ജില്ലാ കളക്ടർ അപേക്ഷകനെ നേരിട്ട് കേൾക്കുന്നതും തുടർന്ന് കീഴ്ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വില്ലേജ് ഓഫീസ്, തഹസിൽദാർ, RDO എന്നിവർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമെന്ന് തോന്നുന്ന പക്ഷം ജില്ലാ കളക്ടർ ഈ പറയുന്ന ഫെയർ വാല്യൂവിൽ കുറവ് വരുത്താൻ ഉത്തരവിടുകയും ചെയ്യും. ഫെയർ വാല്യൂ കൂടുതൽ അടച്ചവർക്ക് ആ അടച്ച തുക ഫെയർ വാല്യൂ കുറയ്ക്കുന്ന പക്ഷം
ആ വ്യത്യാസത്തിൽ വരുന്ന തുക റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇതിനു വേണ്ടി പ്രത്യേക അപേക്ഷ നൽകേണ്ടതുമുണ്ട്. വില കുറച്ച് കാണിക്കുന്ന പല വസ്തു കൈമാറ്റങ്ങൾക്കും തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന ഒരു എപ്പിസോഡ് തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അതും വൈകാതെ ആ എപ്പിസോഡ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ അറിയുന്നത് നിങ്ങൾക്ക് ഗുണപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് അത്തരം നന്മയുള്ള ഒരു മനസ്സ് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും ഈ എപ്പിസോഡ് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ലൈക്ക് ചെയ്യുന്നത് ഈ ചാനലിന് ഒരു പ്രോത്സാഹനമായിരിക്കുകയും ചെയ്യും. സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്നുണ്ട് എന്നതും കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി.